ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ കുറച്ച് ക്ലീനിങ്ങും അതുപോലെ തന്നെ കുക്കിങ്ങും വിശേഷങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവൻ തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ആ ലൈക്ക് ബട്ടനോടൊന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റഫീക്ക് പോയതിന് ശേഷം ഇതാ ഞാൻ ക്ലീനിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടാട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ പെരുന്നാളും കാര്യങ്ങളൊക്കെ വരാനായില്ലേ, ഏകദേശം എത്തി തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ക്ലീനിങ് ഒരുമിച്ച് ഒരു ദിവസം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വന്നിട്ട് മൊത്തത്തിൽ തിരക്കായി പോവും. വീഡിയോൻ്റെ കാര്യങ്ങളും വീട്ടിലുള്ള കാര്യങ്ങളും എല്ലാം കൂടായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചായിട്ട് ഇങ്ങനെ പറ്റുന്ന പോലെയൊക്കെ അങ്ങ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അന്ന് നമ്മൾ കിച്ചൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. ഇനിയിപ്പോൾ റൂം ഇന്നിപ്പോൾ ഈ ഒരു റൂമും കൂടെ ചെയ്താൽ നമ്മളെ എല്ലാ റൂമും കൂടെ കംപ്ലീറ്റ് ആവും കേട്ടോ. പിന്നെ ലിവിങ്, ഡൈനിങ്, സിറ്റ് ഔട്ട്, മുറ്റം, അങ്ങനെ കുറച്ച് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാനും ക്ലീൻ ചെയ്യാനും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ സമയം കിട്ടുന്നതിനനുസരിച്ച് പതുക്കെ ഓരോന്നിങ്ങനെ ചെയ്ത് തീർക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ റൂം മൊത്തത്തിലൊന്ന് തട്ടുന്നുണ്ട്. ഭയങ്കര വൃത്തികേടും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും എല്ലായിടത്തും ഒന്ന് ചെക്ക് ചെയ്ത് മാറയിലയും പൊടിയും ഒക്കെ ഒന്ന് പോക്കുക, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. മൊത്തം തട്ടിയെടുത്തു. ഇനിയിപ്പോൾ കർട്ടന് കാര്യങ്ങൾ, ജനൽ കമ്പികളൊക്കെ തുടക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ മഴ, നല്ല വെയിലായിരുന്നില്ലേ ഇതുവരെ, ചൂടും വെയിലൊക്കെ. പക്ഷെ ഇപ്പോൾ അധിക ദിവസവും മഴ തന്നെയാണ് കേട്ടോ. 2-3 ദിവസമായിട്ട്, ഇപ്പോൾ 3-4 ദിവസമായിട്ട് മഴ തന്നെയാണ്. ഒരുമാതിരി മഴ കേട്ടോ. എന്താ പറയുക, വെയിലുണ്ട്, ചൂടുണ്ട്, എന്നാൽ മഴയുണ്ട് എന്നുള്ള ആ ഒരു രീതിയിലാണ് കേട്ടോ കാലാവസ്ഥ പോണത്. മഴ പോയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നടക്കില്ല. ഇനിയിപ്പോൾ മഴ പിടിക്കലാവും ചിലപ്പോൾ, എന്താണെന്നറിയില്ല. ഇനിയിപ്പോൾ അതിന് കാത്തിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ ക്ലീനിങ്ങൊക്കെ അതിൻ്റെ ഭാഗത്ത് കൂടെ നടക്കുന്നുണ്ട്. ജനൽ കമ്പികളൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ സോപ്പിട്ടിട്ടോ ഒന്നും തുടക്കേണ്ട കാര്യമില്ല, വൃത്തികേടും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ചെറുതായിട്ടുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലൊരു മൈക്രോ ഫൈബർ ക്ലോത്ത് നനച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ജസ്റ്റ് ആ പൊടിയൊക്കെ ഒന്ന് എല്ലായിടത്തുനിന്നും തുടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് ഞാൻ ഇടയ്ക്ക് റമദാനാവാനൊന്നും കാത്തു നിൽക്കില്ല, ഇടയ്ക്ക് ഇതുപോലെ ഓരോ റൂമായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് വലിയ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ വൃത്തിയാക്കി എടുക്കേണ്ട ആ ഒരു അവസ്ഥയൊന്നുമില്ല. ജസ്റ്റ് ഒന്നിങ്ങനെ എല്ലാ ഭാഗത്തും കൂടെ കൈ ഓടിച്ച് പോയാൽ മതിയാവും, എന്നാൽ തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. നന്നായിട്ട് ക്ലോത്ത് പിഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ പൊടി ഇങ്ങ് പോരുകയും ചെയ്യും, ക്ലീനായിട്ട് ഇരിക്കുകയും ചെയ്യും. അങ്ങനെ അപ്പോൾ ഞാനിന്ന് ലഞ്ച് ആക്കിയിട്ടില്ല കേട്ടോ. ലഞ്ച് ചെറുതായിട്ടൊന്ന് റഫീഖ് ഉച്ചയ്ക്ക് വരുമൊന്നുമില്ല. അപ്പോൾ നമുക്കുള്ള ചെറിയൊരു കറിയും കാര്യങ്ങളും എന്തെങ്കിലും ഒന്ന് ആക്കാനും ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഇനി ആക്കാൻ. ഇനി നമ്മൾ കട്ടിലിൻ്റെ സൈഡിലുള്ള ബോക്സ്, കട്ടിലിൻ്റെ അടിയിലുള്ള ആ ഒരു റാക്ക്, അലമാര, അങ്ങനത്തെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. ഇത് ഈ സൈഡ് ബോക്സില്ലേ, ഇത് ഞാൻ ഒന്ന് ഇടയ്ക്ക് റഫീഖാൻ്റെ കുറച്ച് എഴുത്തുകുത്തും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. അപ്പോൾ റഫീഖ് ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ കയ്യിൽ കൊണ്ടു കൊടുക്കൂട്ടാ. എന്നിട്ട് ഒരു വേസ്റ്റ് കൊട്ടയും കൊണ്ടു കൊടുക്കും, ഈ സാധനങ്ങളും കൊണ്ടു കൊടുക്കും. ആവശ്യമുള്ളത് എടുത്തിട്ട് ആവശ്യമില്ലാത്തത് തരം തിരിച്ച് തരാൻ വേണ്ടി പറയും കേട്ടോ. കാര്യം നമ്മളെങ്ങാനും വൃത്തിയാക്കിയാൽ അതിൽ ചില പേപ്പർ മിസ്സിങ് ആയിരിക്കും. അപ്പോൾ പിന്നെ സ്വന്തം ചെയ്തോട്ടെ എന്ന് ചോദിച്ച് ഞാൻ അങ്ങനെ കൊണ്ടു കൊടുക്കുക. പിന്നെ അവരായിട്ട് ഇതൊന്ന് ക്ലീൻ ആക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഒരു ആഴ്ചേൻ്റെ മുമ്പ് ഞാനത് ഒന്ന് എല്ലാം വേണ്ടാത്തതൊക്കെ കളഞ്ഞിട്ട് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ വലിയ പണിയൊന്നും ഉണ്ടായില്ല, ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ, ഒഴിവാക്കാനൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയും ബെഡ്റൂമിലുള്ള ഐറ്റംസൊക്കെ ഒന്ന് പൊടി, എങ്ങനെയായാലും ഇപ്പോൾ നമ്മൾ ഒരു മാസത്തിൽ ഒരിക്കൽ ചെയ്താലും അടുത്ത മാസം ആകുമ്പോഴത്തേക്കും പിന്നെയും പൊടിയുണ്ട് കേട്ടോ, നല്ല പൊടിയാണ്. ഇനിയിപ്പോൾ മഴയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അത്ര ഉണ്ടാവില്ല. അപ്പോൾ ഒരു നനവും പൂപ്പലും ആ ഒരു പ്രശ്നമായിരിക്കും. പിന്നെ ഇനി പൊടീൻ്റെ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ നിന്നു, നല്ലോണം തണുത്ത്, ഭൂമിയൊക്കെ തണുത്ത് പൊടിയൊക്കെ അങ്ങ് അമർന്നല്ലോ. അതുകൊണ്ട് ബെഡ്ഷീറ്റും ഇന്ന് അലക്കാനിടാനുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഇവിടുത്തെ ഒരു ക്ലീനിങ് കഴിഞ്ഞിട്ട് വേണം ബെഡ്ഷീറ്റുകൾ കൊണ്ടുപോയി അലക്കാനിടാൻ കേട്ടോ.
ഇല്ലെങ്കിൽ വീണ്ടും പൊടിയാവില്ലേ. മാത്രമല്ല ബെഡ്ഷീറ്റ് മാറ്റിയിട്ട് അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ എന്നാൽ തന്നെ വലിയ പൊടിയൊന്നുമില്ല, എന്നാലും ചെറുതായിട്ടുണ്ട്. ചെയ്തിട്ട് നമ്മൾ ആ റൂമിൽ നിൽക്കുമ്പോൾ തന്നെ ഞാൻ ജനലൊക്കെ തുറന്നിടും കേട്ടോ കംപ്ലീറ്റ്. കാര്യം നമ്മൾ പിന്നെ വന്നിട്ട് റൂമിൽ നിൽക്കുന്ന സമയത്ത് ഈ ഒരു അലർജി പ്രശ്നമുള്ളവർക്കൊക്കെ വേഗം അത് ഫീൽ ചെയ്യും. നമ്മൾ പൊടിയൊക്കെ എടുത്തിട്ടുണ്ടാവും, പക്ഷേ ആ ഒരു അന്തരീക്ഷത്തിൽ ഉള്ളത് കൊണ്ടാന്ന് തോന്നുന്നു ഭയങ്കര ബുദ്ധിമുട്ട് വരും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഫുൾ ജനലും കുറച്ച് സമയം അങ്ങ് തുറന്നിട്ട് വെക്കും കേട്ടോ. എന്നിട്ടാണ് പിന്നെ കുറേ കഴിഞ്ഞിട്ടേ ഉള്ളിലേക്ക് കയറുള്ളൂ, എല്ലാം ഉണങ്ങി റെഡി ആയതിന് ശേഷം. അകം കഴിഞ്ഞിട്ട് വേണം മുറ്റത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. ചെടികളിലും കുറച്ച് അങ്ങോട്ടൊക്കെ ഇടയ്ക്ക് മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ട്. ഒന്ന് അറേഞ്ച് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കാനുണ്ട്. പിന്നെ പുല്ല് കാര്യങ്ങൾ അതൊക്കെ ഒന്ന്, ആ പുല്ലിലൊക്കെ വീണ്ടും ചെറുതായിട്ട് കളയൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ ഒന്ന് പറിക്കലും. അങ്ങനെ ഓരോ ദിവസവും ഓരോ ചെറുതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പറ്റണ ദിവസങ്ങൾ, ഫ്രീ ആയിട്ട് ദിവസങ്ങളിലൊക്കെ ചെയ്യാനായിട്ടുണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് ചെയ്യുന്നത് നിങ്ങളെയും കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ പെരുന്നാളിലേക്ക് വേണ്ടിയിട്ട് ഒരുക്കങ്ങൾ ഒക്കെ തുടങ്ങിയോ? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയണം കേട്ടോ, കമൻറ്റിൽ പറയണേ. ഒരുക്കങ്ങളല്ല കേട്ടോ, ഒരുക്കങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെ മുറ്റം പെരുന്നാളൊക്കെ വരുമ്പോൾ നമ്മൾ മുറ്റമൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കുക, പുല്ല് കയറ്റുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യൂലേ. പിന്നെ പെരുന്നാൾ മാത്രമല്ല മഴക്കാലവും കൂടെ തുടങ്ങാൻ പോവുകയാണല്ലേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മളെ വീട്ടിൽ നമുക്ക് ചെയ്യാനുണ്ടാവില്ലേ. അതൊരു ഒരു വീട്ടിലത്തെ പണി അവരവർക്കേ അറിയുള്ളൂ. എന്തെങ്കിലുമൊക്കെ മഴക്കാലത്തിന് മുമ്പ് ചെയ്ത് വെക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, നിർബന്ധമായിട്ടും ചെയ്ത് വെക്കേണ്ടതായിട്ടുള്ള. ക്ലീൻ ചെയ്യുന്നത് അത് വേറെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഒരുങ്ങാൻ തുടങ്ങിയോ എന്നാണ് കേട്ടോ ഞാൻ ചോദിച്ചത്. ഇനിയിപ്പോൾ അലമാരൻ്റെ ഉള്ളിൽ കുറച്ച് തുണികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. കാര്യം പെട്ടെന്ന് നമ്മൾ എടുക്കുമ്പോൾ ഒന്നിങ്ങ് എടുക്കും, അതിങ്ങനെ മോശമായിട്ട് കിടക്കുമല്ലോ. അങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനേ ഉള്ളൂ കേട്ടോ, ഒന്ന് റെഡിയാക്കി സെറ്റാക്കി കൊടുക്കാനേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ ഒന്ന് ഈ കൂട്ടത്തിൽ ചെയ്തെടുക്കട്ടെ. പിന്നെ അലമാര പിന്നെ ചെയ്യാമെന്ന് വെച്ചാൽ പിന്നെ ചെയ്യലുണ്ടാവില്ല, അത് അവിടെ ഇരിക്കൂട്ടാ. പിന്നെ അതൊരു മടി വരും, പിന്നെ അതിലേക്ക് ഇങ്ങനെ കൊണ്ടുവെക്കും. അപ്പോൾ അതിനേക്കാൾ നല്ലത് കൈയോടെ തന്നെ അങ്ങ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് എഡിറ്റിംഗ് ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഈ പണിക്ക് നിന്നത്. ഇന്നെനിക്ക് കുറച്ച് വീഡിയോ സമയമുള്ളപ്പോൾ ഉണ്ടെങ്കിൽ കുറച്ച് കമൻറ്റും റിപ്ലൈ ഒക്കെ കൊടുക്കാനുണ്ട്. ഇപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ ഇന്നുള്ളത്. എഡിറ്റിംഗ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ല. എഡിറ്റിംഗ് ഇല്ലാത്ത ദിവസം അല്ലെങ്കിൽ വീഡിയോ ചെയ്യാത്ത ദിവസമൊക്കെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുന്നതും. എഡിറ്റിങ്ങും വീഡിയോ എടുക്കലും ഇല്ലാത്ത ദിവസമേ നമുക്ക് ഇങ്ങനത്തെ എക്സ്ട്രാ പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ. എല്ലാം ഒന്നും ഇപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണിക്കുന്നില്ലല്ലോ, കുറച്ച് ചെയ്യുന്നതല്ലേ ഇപ്പോൾ നമ്മൾ കാണിക്കുന്നുള്ളൂ. ബാക്കി എന്തെല്ലാം പണി നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാവൂലേ. ഇനിയിപ്പോൾ അലമാരയും കൂടെ ഞാനൊന്ന് നനച്ച് തുടക്കുന്നുണ്ട് കേട്ടോ. നല്ല പൊടിയുണ്ട് കേട്ടോ അലമാരേൻ്റെ ആ ഒരു ഗ്രൂ ഇല്ലേ, ആ ഒരു സൈഡിലൂടെ പോകുന്നത്, അതിന്മേലൊക്കെ നമുക്കിങ്ങനെ ക്ലോത്ത് കൊണ്ടുപോകുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് പൊടി നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മൊത്തത്തിലൊന്ന് അടിച്ചു വാരി ഒന്ന് തുടക്കാൻ വേണം കേട്ടോ. ഞാൻ അകമൊന്നും അടിച്ചു വാരിയില്ല, ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ചും കൂടെ എടുക്കാനുണ്ട്. താഴെ ഫ്ലോറ് മൊത്തമൊന്ന് അടിച്ചു വാരിയിട്ട് തുടക്കലും കൂടെ ഉള്ളൂ. പിന്നെ നമുക്ക് ലഞ്ച് കാര്യങ്ങൾ അതിലേക്ക് വേണ്ടിയിട്ട് പോകേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ചിക്കൻ ഉണ്ട്, പക്ഷെ അതൊന്നും എടുക്കുന്നില്ല കേട്ടോ. നല്ല ടയർഡായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ പച്ചക്കറി എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതാകുമ്പോൾ പിന്നെ വേഗം പരിപാടി അങ്ങ് കഴിയുമല്ലോ. ഇന്ന് ഞാനാണെങ്കിൽ ഒന്നും ചെയ്തു വെച്ചിട്ടില്ല കേട്ടോ. ഉണ്ട്, വെജിറ്റബിൾസ് എല്ലാം ഉണ്ട്, പക്ഷേ എന്താണെന്നും ഇങ്ങനെ ചെയ്തു വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും ജസ്റ്റ് തട്ടിക്കൂട്ടി ഒന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കിയെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്.
പിന്നെ ഇപ്പോൾ ബെഡ്ഷീറ്റും കൂടെ ഒന്ന് അലക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരട്ടെ. അപ്പോൾ നമ്മളെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും അതും വാഷ് ചെയ്ത് റെഡി ആയിക്കോളും. ബെഡ്ഷീറ്റ് വേറെ റൂമിലേ ഉള്ളതും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അലക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഒരുമിച്ച് വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ വൈറ്റ് ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുക. വൈറ്റ് ബെഡ്ഷീറ്റ് ഇടുന്ന സമയത്ത് നമ്മൾ വേറെ ഉള്ള ഡ്രസ്സിൻ്റെ കൂടെയോ അല്ലെങ്കിൽ വേറെ കളറ് ബെഡ്ഷീറ്റിൻ്റെ കൂടെയോ ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ ആ ഒരു ബ്രൈറ്റ്നെസ്, ആ ഒരു വൈറ്റ് കളറ് കുറച്ചിങ്ങനെ മങ്ങുന്ന പോലെ അല്ലെങ്കിൽ മുഷിഞ്ഞ തുണി പോലെ എനിക്ക് ഫീൽ ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ വൈറ്റ് മാത്രം ഉള്ള ദിവസം അത് മാത്രം അലക്കാനായിട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ വേറെ തുണികൾ നമ്മൾ എന്തായാലും ഇടൂലല്ലോ. വേറെ കളറ് ബെഡ്ഷീറ്റ് ഇടലില്ല കേട്ടോ. അപ്പം അങ്ങനെ മൊത്തത്തിലൊന്ന് തുടച്ചും കൂടെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അലക്കാനും കൂടെ ഒഴിച്ച് കൊടുക്കട്ടെ കേട്ടോ. ചിലരൊക്കെ ചോദിക്കലുണ്ട് ഏത് ഡിറ്റർജൻറ്റാണ്. ഞാൻ ഡീറ്റോ ഡിറ്റർജൻറ്റാണ് കേട്ടോ, ലിക്വിഡ് അതാണ് എടുക്കൽ. പിന്നെ കുറച്ച് കംഫർട്ടും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള പണികളൊക്കെ കഴിയുമ്പോഴത്തേക്കും അതും കൂടെ റെഡി ആയിട്ട് വരും. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാനൊന്നും കരുതി വെച്ചിട്ടില്ല, റെഡിയാക്കി വെച്ചിട്ടില്ല എന്ന്. പക്ഷെ എന്തെങ്കിലും തട്ടിക്കൂട്ട് ആക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഈ മാങ്ങ കാണുമ്പല്ലേ, പഴുത്ത മാങ്ങ കാണുന്ന സമയത്ത് എന്തൊക്കെയോ ചെയ്യണം തോന്നട്ടെ. മാങ്ങ കൊണ്ട് എന്താ ഉണ്ടാക്കുക അങ്ങനെ ചിന്തിക്കുക കേട്ടോ. ഇങ്ങനെ കറണ്ട് പോയി വന്നൊക്കെ കളിക്കുന്നുണ്ടേ. മഴ പെയ്യാനൊക്കെ നോക്കുന്നുണ്ട്, ചെറുതായിട്ട് ചാറുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പം കേൾക്കുന്നുണ്ടാവും ചില ഭാഗത്ത്. അപ്പോൾ മാങ്ങയും കൊണ്ട് എന്തെങ്കിലും അങ്ങനെ ഉണ്ടാക്കിയാലോ ഇങ്ങനെ ഉണ്ടാക്കിയാലോ എന്നൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന ഐറ്റമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ മാങ്ങ ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്, പഴുത്ത മാങ്ങ. പിന്നെ കുറച്ച് കോവക്ക ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതും കൂടെ എടുത്തിട്ടുണ്ട്. കോവക്ക ഫ്രൈ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. എനിക്ക് ഈ വഴുതന ഫ്രൈ ചെയ്യുന്നത് ഇഷ്ടമാണ്, കോവക്കയും ഫ്രൈ ചെയ്യുന്നത് ഇഷ്ടമാണ്. പക്ഷെ വഴുതനേക്കാളും എനിക്ക് ചോറിലേക്ക് ഫ്രൈ ചെയ്യാനിഷ്ടം കോവക്കയാണ് കേട്ടോ. ഒന്നുകൂടെ ടേസ്റ്റ്, അതിനൊരു ചെറിയൊരു പുളിപ്പുണ്ടാകുമല്ലോ. അപ്പോൾ ആ ഒരു എരിവും ഉപ്പും ചെറിയൊരു പൊടിപ്പും കൂടെ വരുമ്പോൾ നല്ലൊരു വെറും ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിനാൻ വേറെ ഒന്നും വേണ്ടി വരില്ല. അത് ഈ കോവക്ക കൂട്ടിയിട്ട് തന്നെ ഞാൻ പകുതി ചോറും തിന്ന് തീർക്കലുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുക റഫീഖ ഫുഡ് കഴിക്കാൻ വരാത്ത ദിവസങ്ങളിലാണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ തുറമാങ്ങ ഉണ്ടെങ്കിൽ തുറമാങ്ങ, അല്ലെങ്കിൽ വടുക പൊരിക്കുക, ഉണക്കമീൻ നമുക്കിവിടെ റഫീഖ് കൊണ്ടുത്തരില്ലേ ഇല്ല. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയാലൊക്കെ കേട്ടോ ഉണക്കമീൻ കഴിക്കുക. ഇവിടെ റഫീഖക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് റഫീഖ് കൊണ്ടുത്തരികയില്ല, നമ്മളത് ഉണ്ടാക്കുകയില്ല. ആ ഒരു ശീലം ഇല്ല കേട്ടോ. വീട്ടിൽ മറന്നു പോകും, ഇവിടെ അങ്ങനെ ഓർക്കുകയില്ല അതിനെക്കുറിച്ചിട്ട്. അപ്പോൾ അങ്ങനത്തതൊക്കെ തുറമാങ്ങ എന്ന് പറഞ്ഞപ്പോഴാണ് ഓർത്തേ. തുറമാങ്ങ റെസിപ്പി ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചതാട്ടോ. ഏട്ടത്തിൻ്റെ വീട്ടിൽ നിന്ന് കോമാങ്ങ വേണം കേട്ടോ. അതിന് നല്ല പുളിയുള്ള കാമ്പുള്ള മാങ്ങ. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ മഴയായിട്ടുണ്ട്. എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മാങ്ങ ഉണക്കാനൊക്കെ ഉണ്ടായിരുന്നില്ല. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. നമ്മൾ മാങ്ങ തൊലി കളഞ്ഞിട്ട് ഉണക്കിയില്ലേ, അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആക്കി വന്നപ്പോഴത്തേക്കും മഴ വന്നു. ഇനിയിപ്പോൾ വെയിൽ കിട്ടുമോയെന്ന് എനിക്കറിയില്ല. കിട്ടിയ എന്തായാലും ഞാൻ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ കറിയിലേക്കുള്ളതും അതുപോലെ തന്നെ കോവക്ക റെഡിയാക്കി അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഒരു കുറച്ച് കോൺഫ്ലവർ. അതെന്താണെന്ന് വെച്ചാൽ ആ മുളക് പൊടിയും കാര്യങ്ങളൊന്നും ഇങ്ങനെ പറ്റി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി, അതിൽ തന്നെ ഇങ്ങനെ കോട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് കുറേ കോൺഫ്ലവർ വേണ്ട, ഞാൻ കുറച്ച് കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മിക്സ് ആക്കിയിട്ട് ഫ്രൈ ചെയ്യുക. അത്രയേ ഉള്ളൂ കോവക്ക ഫ്രൈ. എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കും, ജസ്റ്റ് ഞാൻ ചെയ്തപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഞാനിന്ന് കറി ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞില്ല, പഴുത്ത മാങ്ങ വെച്ചിട്ട് മോരൊക്കെ വെച്ചിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. മാമ്പഴ പച്ചടി അല്ല, നമുക്ക് നോക്കാം. അല്ലാതെ തന്നെ ഞാൻ ഉണ്ടാക്കുന്നൊരു മോര് കാച്ചിയത് കേട്ടോ. ഒരു പഴുത്ത മാങ്ങയൊക്കെ ഇട്ടിട്ടുള്ളൊരു മോര് കാച്ചിയത് വേണം ഇതിനെ പറയാൻ. ഇത് നമുക്ക് കുറച്ച് ലൂസായിട്ടും ചെയ്യാം, തിക്കായിട്ടും ചെയ്യാം. അതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ ഇതാ കറി വെക്കാനുള്ളതും ഫ്രൈ ചെയ്യാനുള്ളതും പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്ന് അത്യാവശ്യം സമയമായിട്ടുണ്ട് കേട്ടോ. പിന്നെ കുളിയൊക്കെ രാവിലെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ക്ലീനിങ് ഒക്കെ ചെയ്തതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ഫ്രഷ് ആവാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ നമ്മുടെ മോര് കാച്ചിയത്, പഴുത്ത മാങ്ങ മോര് കാച്ചിയതിന് ഇതാ ചട്ടി വെച്ച് കൊടുത്തു. കുറച്ച് വെളിച്ചെണ്ണ തന്നെ എടുക്കട്ടെ, ഇതിലേക്കൊക്കെ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുത്തോ. കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഉലുവ, ഒരു 2 പിഞ്ച് ഉലുവയൊക്കെ മതി കേട്ടോ. അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതാ ഉണക്കമുളക്, ഒരു 2 ഉണക്കമുളക്, അതിനൊന്നും പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല. ഒരു 4-5 വെളുത്തുള്ളി ഒരു നീളത്തിൽ കട്ട് ചെയ്തത്, ഒരു 1/4 ഇഞ്ച് നീളത്തിൽ ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തത്, പച്ചമുളക് നമ്മൾ എരിവിന് ആവശ്യത്തിനുള്ളത്, ഞാൻ 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 2 ഉണക്കമുളക് കേട്ടോ, അതും കൂടെ ഇട്ട് കൊടുത്തു. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കളറൊന്നും ചേഞ്ച് ആവുമൊന്നും വേണ്ട. ആ ഒരു ഫ്ലേവർ അങ്ങ് ഇറങ്ങിയാൽ മതി കേട്ടോ. ഇത് സാധാ മോര് കാച്ചിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആണ്, ടേസ്റ്റും നല്ല ഡിഫറെൻ്റ് ആണ് കേട്ടോ. പഴുത്ത മാങ്ങയാന്ന് വെച്ചിട്ട് ഭയങ്കര മധുരമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സുഖമുള്ള ടേസ്റ്റാട്ടോ ഉണ്ടാവുക. ആ സമയത്ത് അപ്പുറത്ത് ചട്ടി ചൂടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ നമ്മളെ മോര് കാച്ചുന്നതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. കളറൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് കേട്ടോ, ലൈറ്റ് കളറിലെടുക്കുക, നല്ല മഞ്ഞ കളറിലെടുക്കുക, അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ആ മഞ്ഞൾപ്പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴുത്ത മാങ്ങ, എൻ്റെത് പഴുത്ത് ഇങ്ങനെ എന്താ പറയുക ക്യൂബാക്കി നിന്നിട്ടില്ല, ഇങ്ങനെ കുറച്ചിങ്ങനെ അലിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മാങ്ങ. നല്ല മധുരമൊക്കെ ഉണ്ട്, പക്ഷേ അലിഞ്ഞിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ കഷ്ണങ്ങളായിട്ടുള്ള മാങ്ങയാണെങ്കിൽ അതേ കേട്ടോ, അതാണ് നല്ലത്. ഇങ്ങനെ ഉടയേണ്ട ആവശ്യമില്ല. കറിക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കും. ഞാനിതിങ്ങനെ ഇളക്കുമ്പോഴത്തേക്കും ഉടയുന്നുണ്ട് കേട്ടോ. ഉടച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് അടച്ച് വെച്ച് കുക്കാക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ ഉടഞ്ഞ് ഇങ്ങനെ ലൂസാക്കി എടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ മാങ്ങ അങ്ങനെ ആയതുകൊണ്ടാണേ. അപ്പുറത്ത് ഇതാ നമ്മളെ പാനൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നു. നമ്മൾ കോവക്ക ചേർത്ത് കൊടുക്കുക. കോവക്ക ഫ്രൈ എല്ലാവർക്കും അറിയുന്നുണ്ടല്ലേ, ഫിഷൊക്കെ ഫ്രൈ ചെയ്യുന്നത് പോലെ തന്നെ കേട്ടോ. പെട്ടെന്ന് തന്നെ കുക്കാവും. 2 ഭാഗവും മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നൊരു സിമ്പിൾ ലഞ്ചാണ് കേട്ടോ. വേറൊന്നും വേണ്ടാന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഈ കോവക്ക ഫ്രൈ ഉണ്ടായാൽ തന്നെ ഹാപ്പിയാണ്. പിന്നെ വേറെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ സമയം കളയണ്ടല്ലോ, കൂട്ടണ്ടല്ലോ എന്നും വിചാരിച്ചു കേട്ടോ. നല്ല വിശക്കുന്നുമുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇതാ 2 മിനിറ്റിന് ശേഷം നമ്മൾ മാങ്ങ ഇതുപോലെ ആയിട്ടുണ്ട്. ഇങ്ങനെ ഉടയണ്ട കേട്ടോ, ഉടയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഉടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടച്ചോ, കുഴപ്പമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ അധികം ഉടയണ്ട, അതാണ് നല്ലത്. ഞാൻ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. അതും നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ, എത്ര കറി വേണം അതിനനുസരിച്ച് തൈര് എടുത്തോ. ഞാനിപ്പോൾ ഒട്ടും പുളിയില്ലാത്ത കട്ട തൈര് എടുത്തിട്ടില്ല. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക്. നിങ്ങളുടെ അടുത്ത് പുളി ഉള്ളതാണെങ്കിൽ കുറച്ച് തൈര് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കാര്യം പുളി ഇല്ലാത്ത തൈരാണ് ഇതിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങൾക്ക് പുളി പ്രശ്നമില്ലെങ്കിൽ കുഴപ്പമില്ല, ചേർത്ത് കൊടുത്തോ. ഞാൻ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരുപാട് ലൂസാക്കുന്നില്ല, നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒക്കെ ലൂസാക്കാം കേട്ടോ, ഒരുപാട് ലൂസാക്കണ്ട. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക നല്ലോണം. അങ്ങോട്ട് ആ മാങ്ങയും തൈരും എല്ലാം ഒന്ന് യോജിച്ച് വരട്ടെ, ഒന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ. കാര്യം തിളപ്പിക്കരുത്, തൈര് ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയാൽ മാത്രം മതി. ഞാൻ കുറച്ച് ഉലുവപ്പൊടി നിങ്ങൾ ആ മാങ്ങയിലേക്ക് തന്നെ ഇട്ട് കൊടുത്തോ കേട്ടോ. ഞാനിപ്പോൾ മറന്നു പോയതാണ്, ഇപ്പോൾ ഓർമ്മ വന്നപ്പോൾ ഇട്ട് കൊടുത്തതാണ്. ഉലുവപ്പൊടി കയ്യിലുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ടേ, ഒരിക്കലും തിളപ്പിക്കരുത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി പഴുത്ത മാങ്ങ മോര് കറി റെഡി ആയിട്ടുണ്ടേ. ഇതിന് മാമ്പഴ പുളിശ്ശേരിൻ്റെ ഒരു ടേസ്റ്റും അല്ല കേട്ടോ, നിങ്ങൾ ചെയ്ത് നോക്ക്. ഉപ്പ് കുറച്ച് കുറവായിട്ടുണ്ട്, ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചെയ്യുന്ന സമയത്തില്ലേ, നിങ്ങൾ നേരത്തെ ഉണ്ടാക്കി വെച്ചോട്ടോ, കുറച്ച് ഒരു 2 മണിക്കൂറെങ്കിലും മുന്നേ. അപ്പം ഉണ്ടാക്കിയാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇതിന് ടേസ്റ്റ് കൂടുന്നത് ആ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ആ വറവിൻ്റെയും മാങ്ങേൻ്റെയും ഒക്കെ ഫ്ലേവർ ഇറങ്ങി വരുന്നത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെക്കുമ്പോഴാട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ അപ്പം പിടിച്ചിട്ടുണ്ടാക്കിയതാണെങ്കിലും ഞാൻ വൈകുന്നേരമൊക്കെ ഇത് കൂട്ടി നോക്കുമ്പോഴല്ലേ നല്ല ടേസ്റ്റാട്ടോ, നല്ലൊരു ഫ്ലേവറൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ചോ, നിങ്ങൾ ഒരു 10 മണിയാകുമ്പോൾ ഉണ്ടാക്കി വെച്ചോ, ഒരു ഉച്ച സമയത്തേക്കുള്ളതാണെങ്കിൽ അങ്ങനെ ചെയ്യട്ടോ. അപ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് വരും, അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇങ്ങനത്തെ തൈര് വയ്ക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് തണുത്ത് കുറച്ച് ഇരുന്നാലും നല്ല ടേസ്റ്റ് അല്ലേ.
അപ്പോൾ രാവിലെ ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഴുകി ക്ലീൻ ചെയ്ത് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു. അതാണ് നേരത്തെ ഫ്രീസറിലേക്ക് വെച്ചു നിങ്ങൾ കണ്ടത്, ഞാൻ പറയാൻ വിട്ടുപോയേ. അപ്പോൾ ഇന്ന് ചിക്കൻ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ചിക്കനോ മീനോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങ് പോകട്ടെ. ഇതിൻ്റെ ഒരു ആസ്വാദനം പറ്റൂല. അത് നമ്മളെ ശ്രദ്ധ അതിലേക്ക് പോകും കേട്ടോ. അപ്പം ഇനി ഇത് മിസ്സാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിക്കനും മീനും ഒന്നും എടുത്തിട്ടില്ല ഇന്ന്. നമ്മളെ കോവക്ക അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പുറത്തെ ഭാഗം കൂടെ ഒന്ന് കുക്കാവാനുണ്ടായിരുന്നു. അത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് പാത്രങ്ങൾ കൂടെ ഒന്ന് കഴുകാനുണ്ട്. അതുകൂടെ ഒന്ന് കഴുകി കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചും കൂടെ ഇട്ടാൽ നമ്മൾ ഇന്നത്തെ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞു. കട്ടിംഗ് ബോർഡ് നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത ഉടനെ തന്നെ സോപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് കഴുകുക കേട്ടോ. കഴുകിയിട്ട് നിങ്ങൾ അങ്ങനെ തന്നെ വെള്ളം മാലാനായിട്ട് ഇങ്ങനെ കുത്തി വെക്കരുത്. തുടച്ചതിന് ശേഷം ഒരു ക്ലോത്ത് ഉപയോഗിച്ച് തുടച്ചതിന് ശേഷം വെള്ളം പോക്കിയതിന് ശേഷം മാത്രം ഇതുപോലെ ഡ്രൈ ആവാനായിട്ട് വെക്കുക. ഡ്രൈ ആയതിനു ശേഷം നമ്മൾ എടുത്ത് വെക്കുന്ന സ്ഥലത്തേക്ക് എടുത്തു വെച്ചാൽ മതി. അപ്പോൾ എപ്പോഴും നല്ല നീറ്റായിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ. നമ്മളെപ്പോഴും കട്ടിംഗ് ബോർഡ് അങ്ങനെ ചെയ്യാൻ തന്നെ വേണം. നമ്മൾ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നതല്ല. ഞാനൊക്കെ ആണെങ്കിൽ ഫുള്ള് അതിൽ തന്നെയാണ്. വെജിറ്റബിൾസ് ആണെങ്കിലും എല്ലാം അതിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. ഞാൻ മീൻ അതുപോലെ തന്നെ ചിക്കൻ അങ്ങനത്തതിനൊക്കെ വേറൊരു കട്ടിംഗ് ബോർഡ് ചെറുത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇതിൽ ചെയ്യൂല, അത് വേറെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. അതാണെങ്കിലും ആ ഒരു സമയം നമ്മൾ മീനെല്ലാം കട്ട് ചെയ്ത് അല്ലെങ്കിൽ ബീഫ് ചിക്കനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ സോപ്പിട്ട് കഴുകി ഡ്രൈ ആക്കിയിട്ട് ഉണക്കിയതിന് ശേഷം അതും എടുത്തു വെച്ചാൽ മതി. അപ്പോൾ അതും നല്ല നീറ്റായിട്ട് തന്നെ ഇരുന്നോളും. നോണ് നമ്മൾ ചെയ്യുന്നത് ഇതിൽ ചെയ്യണ്ട. അപ്പോൾ കുറച്ചുകൂടെ എന്താ പറയുക നീറ്റായിട്ട് ഇരുന്നോളും. പിന്നെ ഇടയ്ക്ക് നമുക്ക് ഈ ചെറുനാരങ്ങ തൊലിയില്ലേ നമ്മൾ കളയുന്നത്, അത് വെച്ചിട്ടൊന്ന് ഉരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ബ്ലാക്ക് കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ജസ്റ്റ് ഒന്ന് ഇരിക്കട്ടെ, നല്ല ടയേർഡായിട്ടുണ്ട് കേട്ടോ. കുറച്ച് സമയം ഇരുന്നിട്ട് ഒന്ന് രാവിലെ കുളിച്ചതാണ് ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവണം, അത്രയേ ഉള്ളൂ കേട്ടോ. മഴ ചാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരത്തെ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്നാലും എന്താ പറയുക, ഒരു കാറ്റും മഴ പെയ്യാനുള്ള ആ ഒരു നന്നായിട്ട് മൂടി ഇങ്ങനെ തൂങ്ങി ഒക്കെയാണ് കേട്ടുള്ളത്. ഇരുട്ടായ പോലെ ഫീലൊക്കെയാണ് കേട്ടോ ഉള്ളത്. നിങ്ങൾക്ക് ക്യാമറയിൽ കാണുമ്പോൾ മാക്സിമം തെളിഞ്ഞിട്ടല്ലേ കാണുക, അങ്ങനെയാണ് ഉള്ളത്. നമ്മളെ വയനാട്ടിലേക്ക് വരുന്ന സബ്സ്ക്രൈബേഴ്സൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ ക്ലൈമറ്റ് ഇപ്പോൾ എന്താണെന്ന്. ഇപ്പോൾ മഴ ക്ലൈമറ്റ് തന്നെയാണ് കേട്ടോ ഉള്ളത്. നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഭാഗ്യമുള്ള ദിവസം വല്ലാണ്ട് മഴ ഉണ്ടാവില്ല. അങ്ങനെ വയനാട്ടിൽ മഴ പെയ്താൽ നല്ല വെറുപ്പിക്കലാണ് കേട്ടോ കാണാൻ. അതായത് കാണാൻ വേണ്ടി വരുന്നവർക്ക് മോശമാവും. കാര്യം ചില സ്ഥലങ്ങളിൽ കയറാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു നമുക്ക് അത് മഴ പെയ്താൽ എല്ലായിടത്തും അങ്ങനെ തന്നെ നമുക്കൊരു ആസ്വദിക്കാൻ പറ്റില്ലല്ലോ. ഒരു വെയിലും നല്ല അടിപൊളി ക്ലൈമറ്റ് ആവുന്ന അത് വേറൊരു വൈബ് തന്നെയല്ലേ. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കലുണ്ട് കേട്ടോ. മഴയുള്ള ദിവസം ഉണ്ട് എന്ന് പറയലുണ്ട്, ഇല്ലാത്ത ദിവസം ഇപ്പോൾ കുഴപ്പമില്ല എന്നും പറയലുണ്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ അതിന് ശേഷം ഞാനൊന്ന് ഫ്രഷായി ഒക്കെ വന്നു. അപ്പോഴത്തേക്കും നമ്മളെ അലക്കിയതൊക്കെ ആറിടാനായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അത് ആറിയിടണം, അതുപോലെ തന്നെ നൂറ് നിസ്കരിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ മാളത്താത്തല്ലേ എൻ്റെ ഡ്രസ്സ് തയ്ക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ അങ്ങനത്തെ നൈറ്റി തയ്ക്കണമെങ്കിൽ ഞാൻ നമ്പർ തന്നിട്ടുണ്ടായിരുന്നല്ലോ ഒരു വീഡിയോയിൽ. അവർക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്ത് സ്ക്രീൻഷോട്ട് വാട്സപ്പ് ചെയ്ത് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ.
അപ്പം അവർ ക്ലോത്ത് എടുക്കൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. ചിലപ്പം നമ്മളിപ്പോൾ ഒരാൾ ക്ലോത്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കളർ പോവുക, ചുരുങ്ങുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റാത്ത ക്ലോത്ത് ചിലപ്പം പൊങ്ങി നിൽക്കുന്നത്, ചിലപ്പോൾ ഒട്ടി നിൽക്കുന്നത്, അങ്ങനെയൊക്കെ ആയിപ്പോവില്ല, സ്വാഭാവികമാണല്ലോ. അപ്പം അങ്ങനെ വരുന്നത് കൊണ്ട് അവർ ക്ലോത്ത് എടുത്ത് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് അറിയില്ല ആളുകൾ എങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ക്ലോത്ത് അവരോട് തന്നെ, ക്ലോത്തും അളവും നിങ്ങൾ തന്നെ അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. വാട്സപ്പിൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചാൽ മതി. എന്നോട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ. വേറെ നിങ്ങൾ എൻ്റെ അടുത്തുള്ള ഏത് മോഡലും, ഇനിയല്ല നിങ്ങൾക്ക് ഏതെങ്കിലും മോഡലും വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ അവർ തയ്ച്ചു തരും കേട്ടോ. മാക്സിമം അവർ തയ്ച്ചു തരാൻ വേണ്ടിയിട്ട് നോക്കലുണ്ട്. എൻ്റെ അടുത്ത് നിന്ന് എൻ്റെ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതോ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ട്, ഒരാളല്ല കുറേ പേര് പറഞ്ഞിട്ട് എൻ്റെ മോഡൽ വീട്ടിലിടുന്ന മാക്സി ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾ കറക്റ്റ് സ്ക്രീൻഷോട്ട് കൊടുക്കണം കേട്ടോ, ഞാൻ ഇടുന്ന ഡ്രസ്സിൻ്റെ, എന്നാലേ അവർക്ക് മനസ്സിലാവുള്ളൂ എനിക്കും. അപ്പോൾ അങ്ങനെ ളുഹർ നമസ്കാരം, ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. നല്ല മഴ പെയ്തു അതിന് ശേഷം, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇത് കണ്ടോ, നല്ല അടിപൊളി മഴയാണ് പെയ്യുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മഴ തന്നെ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മളെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.